ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനൊന്നുമില്ല മോളെ, ഐ ആം ഓക്കേ. ഏതായാലും വലിയൊരു ആപത്തിന്ന് അച്ഛൻ രക്ഷപ്പെട്ടത്. ജീവിക്കാൻ യോഗം കിടക്കുമ്പോ കാലന് എന്ത് ചെയ്യാൻ പറ്റും? ഈ നേരം വരെ വയറ്റിലൂടെ സോപ്പ് പത കയറ്റി വിടുകയായിരുന്നു. അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. TV വാർത്ത കണ്ടില്ലേ? മുൻ MLA-ക്ക് ഭക്ഷ്യവിഷബാധയെന്ന്. ഇനി രാവിലെ ആരോഗ്യ വകുപ്പുകാരൊക്കെ കയറി വരുമോന്തോ. അതെ, നല്ല വിശപ്പുണ്ട്. വയറ് മുഴുവൻ കാലിയായിട്ട് കിടക്കുകയല്ലേ. സുമേ, കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കടി. 2-3 ദിവസം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നാലും ഞാൻ ആലോചിക്കുന്നതേ, എനിക്കെങ്ങനെ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന. അതിൻ്റെ ഇടയിൽ ആ മണ്ടൻ ഡോക്ടറുടെ ഒരു ചോദ്യം, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് വല്ല കുടുംബ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോന്ന്. എന്റെ മാനം പോയി. അപ്പോ അത്രയ്ക്കും വിഷം ഉള്ളി ചെന്നിട്ടുണ്ടെന്നാ അതിനർത്ഥം. അതിനെ നിസ്സാര കരുതണ്ട. അച്ഛൻ കഴിച്ച ആഹാരത്തിൽ വിഷം കലരണമെങ്കിൽ അതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതായിരിക്കും. ഹരിത പറഞ്ഞത് ശരിയാ. ഭക്ഷ്യവിഷബാധയാണെങ്കിൽ കഴിച്ച എല്ലാവരെയും ബാധിക്കണമല്ലോ. ഇത് അച്ഛനെ മാത്രം ലക്ഷ്യമാക്കി ആരോ ചെയ്തതാ. അച്ഛൻ ഉറങ്ങാൻ നേരം കുടിച്ച പാലില് വിഷം കലർന്നതാവാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതുണ്ടാക്കിയത് ഈ നിൽക്കുന്ന വന്ദനെ. ഇവളത് ചെയ്യുന്നവളാ. വിദ്യ, അനാവശ്യം പറയരുത്. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ട് ഉള്ളില് പക വന്ന ഈ നിൽക്കുന്ന ഇവള് അവസരം നോക്കി പക വീട്ടും. എന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നശിപ്പിക്കാൻ മടിയില്ലാത്തവള് എന്തും ചെയ്യും. പറയടി, അച്ഛനെ കൊല്ലാനായിരുന്നു നിന്റെ പ്ലാൻ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ആരെയും കൊല്ലാനൊന്നല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെന്താ, എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണോ? ഒരു കാരണവശാലും നീ അറിയാതെ പാലിൽ വിഷം ചേരില്ല. ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ. കരുണാകരക്കുറിപ്പ് ഇല്ലാതാകുമ്പോ പിന്നെ ജഗനാകും MLA സ്ഥാനം. സഹതാപ വോട്ടും കൂടി ആവുമ്പോ ജയം ഉറപ്പായില്ലേ. ഗതിയില്ലാതെ കയറി വന്നവൾക്ക് ചുളുവിന് MLA-യുടെ ഭാര്യ ആവാലോ. അവള് പഠിച്ച കള്ളിയാ. അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്ത? അച്ഛനെന്താ ഇവള് പേടിയാണോ? ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. വന്ദൻ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്കറിയാം വന്ദനെ. അമ്മയ്ക്ക് ഇളയ മകനോട് അല്പം ലാളന കൂടുതലായതുകൊണ്ട് തോന്നുന്നതാ. ഇനി ഇവളിവിടെ നിന്നാ അധികം വൈകാതെ അച്ഛനെ വെള്ള പതപ്പിച്ച് കിടത്താം. ജിതേന്ദ്ര, ഏയ് ഇറങ്ങടി വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. ഇറങ്ങടി. എനിക്കെന്റെ അച്ഛനെ ജീവനോട് വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. വേണ്ട വേണ്ട, വിട്ടേക്ക്. കാളയെല്ലാവരും ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണം. ജഗം വരട്ടെ. ഇറങ്ങി പുറത്ത്. എന്റെ കുഞ്ഞിനെ കൊന്നത് പോരാഞ്ഞിട്ട് നിനക്ക് എന്റെ അച്ഛനെ കൂടി കൊല്ലണം. ഇവളെയൊക്കെ കൊലപാതക ശ്രമത്തിന് ജയിലിൽ അടക്കേണ്ടതാ. ഇറങ്ങി പോടി ഇവിടുന്ന്.
പോലീസിൽ പിടിച്ച് കൊടുത്തില്ലെങ്കിൽ ഇറങ്ങി പോടി. ഓടി ഇങ്ങോട്ട് വേണ്ട. ഓടി. ഓ. ഇവളുടെ സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. അപമൃത്യു ഫലം. മരണം വരിക്കുന്നതും മരണം വരുത്തുന്നതും ഇതേ മേൽക്കൂരയ്ക്കുള്ളിലുള്ളവർ തന്നെ. വന്ദനെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. സുമേ, നടന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്വാമിജി പറഞ്ഞ സത്യമാണ്. മരണം വരിക്കുന്നതും മരണം വിധിക്കുന്നതും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിലുള്ളവർ. ഇവിടെ ഒരു മരണം വിധിക്കപ്പെട്ടതായിരുന്നു. ഈ കരുണാകരക്കുറുപ്പിൻ്റെ മരണം. വിഷം കലർന്നത് ആ പാലിൽ തന്നെയാണ്. അതെനിക്ക് തന്നത് വന്ദനയും. വന്ദന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം സുമേ, അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടൊന്നുമല്ല. അവളാണ് അതിൽ വിഷം കലർത്തിയതെങ്കിൽ അവള് തന്നെ ആ പാൽ എനിക്ക് കൊണ്ട് തരില്ലായിരുന്നു. ആ പാലിൽ വിഷമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ എന്തിനാ അവളെ അടിച്ചിറക്കി വിട്ടത്? ഞാനല്ലല്ലോ. അടിച്ചിറക്കി വിട്ടവർക്ക് ഒരു കുറ്റക്കാരിയെ വേണമായിരുന്നു. അപ്പൊ വിഷം കലർത്തിയത്? അറിയില്ല. ഏതായാലും പുറത്തു നിന്നുള്ള ഒരാളല്ല അത് ചെയ്തതെന്ന് നമുക്ക് ഊഹിക്കാം. എനിക്ക് പേടി തോന്നുന്നു. പേടിക്കണം. ഇനി ഈ വീട്ടിലെ ഒരു നിഴലിനെ പോലും നമ്മൾ പേടിക്കണം. വന്ദനെ അപമാനിച്ചിറക്കി വിട്ടതല്ലേ? അവക്കെന്തെങ്കിലും ബുദ്ധിമോശം തോന്നിയോ? ഭഗവാനെ, നിന്റെ അച്ഛന് പുതിയ മരുമോളോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ മാറിയിട്ടുണ്ട്. ഒന്നോർത്താ ജഗൻ ഇങ്ങനെ എത്താത്തതും കാര്യേ. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അവളെ അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കാൻ പറ്റില്ലായിരുന്നു.
ഹരിതേ, നീ എന്നാ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നേ? നീ നിനക്ക് നിന്റെ നാത്തനോട് സ്നേഹം തോന്നി തുടങ്ങിയോ? സ്നേഹവും എന്റെ കുഞ്ഞിനെ കൊന്ന് എന്റെ പ്രതീക്ഷകളെല്ലാം തീർത്ത വന്ദനയോട് എനിക്ക് സ്നേഹം തോന്നാനോ? അല്ല, നിന്റെ മുഖഭാവം കണ്ടപ്പോ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതില് നിനക്ക് കുറ്റബോധം ഉള്ളതുപോലെ. കുറ്റബോധം? എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയവളോട് ക്ഷമിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. അതിനി ഏട്ടന്റെ ഭാര്യയല്ല, ഏട്ടനായാലും ശരി. ഹരിതേ, എല്ലാവരെയും വിറപ്പിക്കുന്ന കരുണാകരക്കുറുപ്പെന്ന എന്റെ അച്ഛൻ ആകെ തോറ്റു വന്നിട്ടുള്ളത് എന്റെ മുമ്പിൽ മാത്രമാ. ആ അച്ഛനെ കൊല്ലാൻ ആര് നോക്കിയാലും വെറുതെ വിടില്ല ഞാൻ അവരെ. നീ എന്താ ഹരിതേ ഒരുമാതിരിയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ ഏട്ടനോ ഞാനോ അതിന് ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതല്ല വിദ്യാർത്ഥി. വന്ദന അവരല്ലാന്ന് വിളിച്ചു പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? പിന്നെ ആരാ എന്റെ അച്ഛന് വിഷം കൊടുത്തത്? പിന്നെ ആരോന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. നിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിക്കാത്തവളാ വന്ദന. വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ മടി കാണിക്കാത്തവളാണോ പാലി വിഷം ചേർക്കാൻ മടിക്കുന്നത്? ഏതായാലും ഇനി അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. വരരുത്. അവളെ എങ്ങനെയെങ്കിലും ജഗൻ ചേട്ടനിൽ നിന്നും എന്നേക്കുമായി പിരിച്ചു മാറ്റണം. അതെ ഹരിതേ, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ജഗനെ കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. നീ നോക്കിക്കോ, ഈ വിദ്യ അത് ചെയ്തിരിക്കും. ഇതെന്റെ വാക്ക. ഇതവളല്ലേ? വന്ദന. ഇവളെന്താ ഒറ്റയ്ക്ക്? കൂടെ ആരും ഇല്ലല്ലോ. അവസര എന്താ വന്ദനെ? എന്താ അതൊക്കെ? നീ എന്താ ഈ രാത്രി ഇവിടെ? ആരാവൻ?
വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ആരാ നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന്? എനിക്കറിയില്ല. നീ എന്താ ഇവിടെ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രി നീ എന്താ ഇവിടെയെന്ന്? വന്ദനെ, എന്താ സംഭവിച്ചേ? അറിയണം. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അത് ഞാനായിരിക്കും. വന്ന് വണ്ടി കയറി. ഇല്ല. വന്ദനെ, നീ അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരു ജഗനെ മാത്രം നിനക്കറിയൂ. നിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ സ്വയം മറന്ന് കോമാളി വേഷം കെട്ടി അടന്ന ജഗനെ നീ കണ്ടിട്ടുള്ളൂ. എനിക്കുണ്ട് അന്തസ്. ലക്ഷങ്ങൾ അണികളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ. എന്റെ ഭാര്യയെ തെരുവ് പെട്ടികൾ കടിച്ചു കയറി നട റോഡിലിട്ടാൽ അത് ബാധിക്കുന്നത് എന്റെ ഭാവിയെയാണ്. തലകുനിച്ചു തരുമ്പോ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാണിക്കരുത്. അതിന് കെട്ടിയോളാണെങ്കിലും ശരി, ജനിപ്പിച്ച തന്തയാണെങ്കിലും ശരി. വന്ദനെ, വന്ന് വണ്ടി കയറാൻ. പക്ഷേ പൂജയ്ക്കും പ്രസവത്തിനൊന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. പ്രസവവും ചടങ്ങുകളൊക്കെ ഇവിടെ മതി.
പക്ഷേ നീ എന്താ എവിടെ ഇരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല ഏട്ടാ. എന്താ വർഷേ, നിന്നെ പൊട്ടം കളിപ്പിക്കാണോ? എന്നോടൊപ്പം ഉറങ്ങാൻ കിടന്നവള് പാതിരാത്രി ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാരണവുമില്ലഞ്ഞിട്ടാണോ? ഏട്ടാ, രാത്രി ദാഹം തോന്നിയപ്പോ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. അതാ ഞാനിവിടെ. വർഷേ, നീ കള്ളം പറയണമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ മതി. എന്താ നിന്റെ സങ്കടത്തിന് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ല ഏട്ടാ. പക്ഷേ നിനക്ക് പറയാമെങ്കിൽ ഞാൻ പറയാൻ കാരണം, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ഭാഗമായി നിന്റെ വീട്ടിൽ നടക്കുന്ന പൂജയിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടമല്ലേ? സങ്കടപ്പെടണ്ട, നമുക്ക് പോവാം. സത്യാണോ? ആ, ഈ പാതിരാത്രി ഞാൻ എന്റെ വർഷയോട് എന്തിനാ കള്ളം പറയുന്നത്? ജഗനാണെന്ന് തോന്നുന്നു.